മുത്തപ്പൂ ലൈറ്റ് നിന്നിട്ട് മനമ്മ ലൈറ്റ് നിന്ന് ആ ട്യൂബ് പുറത്തല്ല അകത്ത അപ്പം ശരിയാ അതകത്ത് ലൈറ്റ് പ്ലഗ് ഓൺ ആണേ പണിയണമൊക്കെ ആകട്ടെ അതൊക്കെ പാവപ്പെട്ടി വേണോടാ പാവ എല്ലായിടത്തും കറണ്ട് പോക്ക് സ്ഥിരം ഒരു ഞങ്ങളുടെ മൊത്തം പോസ്റ്റൊക്കെ ഒടിഞ്ഞു എല്ലായിടത്തും എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുവോ അടുത്ത് ഞങ്ങളാലും ട്രാൻസ്ഫോർമർ വീസ് ഇട്ട് കൊച്ചു കൊച്ചു കാലാവസ്ഥയായിട്ട് ഇപ്പോഴാണ് പിടിച്ചു തന്നെ ആ രമ്യ മിക്ക സമയം കണ്ടല്ലോ അമ്മയോട് സംസാരിക്കാനാണ് എനിക്ക് എന്നോട് സംസാരിക്കാൻ പറയാനുണ്ടതേ ഇയാൾക്കിടങ്ങേണ്ട തിരക്കാണെങ്കിൽ അങ്ങനെ കല്യാണത്തിന് പോകണമെന്നോ അതുകൊണ്ട് അതേ പാറുള്ളത് ഞാനങ്ങ് കൂട്ടി ഞാൻ ആ ചായ എന്നാ അതിനകത്തേക്ക് പാല് വെച്ചാം അവനെ മുടിയാണ് വെട്ടിച്ചേ ഭയങ്കര മുടിയാ വിളി ഇവിടെ മന മുടിയാണ് വിളി ഭയങ്കര ഷേപ്പ് മാറിപ്പോ ഷേപ്പ് മാറിപ്പോ അല്ല ആര് പറഞ്ഞു എല്ലായിടത്തിനും പോകും മുടി വെട്ടിക്കളാം ഞാനൊന്നും എടുക്കട്ടാ പോലില്ല ഇനി എങ്ങനെ ഇങ്ങോട്ട് നോക്കുക ഇവൻ എടുത്തിട്ട് അവന്റെ മുടിയാണെങ്കിലേ ഇവിടുത്തെ അടിയായിരുന്നു പുള്ളിയില്ല ഇന്ന് ഇതാ കാണുന്ന ആദ്യമായിട്ടേ കടവേരി കൊണ്ടിക്കല്ല നീ പോടാ മാറി ഇങ്ങനെ കൈമാറി എന്താ സംസാരം അതല്ല ശരിയല്ലേ ചോദിച്ചോ അത് ശരിയാണ്
ഭയങ്കര ഡാൻസാണ് എൻ്റെ വീട്ടിൽ മുന്നിൽ കിടന്നുണ്ട്. കൊച്ചി ആ തിണ്ണേക്കത് ഭയങ്കര ഡാൻസാണ്. അവനാനും കൊച്ചിപ്പുര എന്നാ വെച്ചിട്ട് വെറുതെ പൈസ ഉണ്ടാകുന്ന മച്ചി വീട്ടിലും കൊടുക്കണോ? ആരെങ്കിലും കൊടുക്കണോ? എന്നാ വേണ്ട. എന്നാ പറയാ ഒന്നും പറഞ്ഞില്ല, ചേച്ചിനും പറഞ്ഞില്ല. നിങ്ങളിപ്പോൾ എന്നാ പറയാൻ? നിങ്ങളുടെ കാര്യം ഞങ്ങൾ എന്നാ പറയാം? ഞങ്ങൾ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞില്ല എൻ്റെ എൻ്റെ കാര്യം. പയം എന്നെക്കാളും പേടിയുണ്ടോ? കുഴപ്പമില്ല. ഭക്ഷണം ബിസ്ക്കറ്റും പാലും മുക്കി കൊടുത്താലോ? മുക്കി കൊടുത്ത പാല് പാല് കൊണ്ടുവരാം. ചൂടാതെ എന്നാ ഊരിക്കാം. എനിക്കറിയത്തില്ല, നിങ്ങളത് കാണാതിരിക്കാവോ? ഒരു പ്രശ്നമില്ല, ആരും വേണ്ടതാണ്. പത്രവേന ആശം അതിനെ ഉടുപ്പിടിപ്പിക്കുക വേണം. അതിന് വേണ്ട സ്ഥലമല്ലേ ചൂടിയാണ്. കൊടുക്കാൻ ഇടക്കിടക്ക് വേണ്ടെന്ന് വിളിച്ചേ കൊടുക്കാൻ അമ്മ എടുക്കാന്നപ്പാ. വേണ്ട ഇരിക്കണ്ട. സൗകര്യം വിക്കറ്റ് ഹലോ, ഈ ജോലി മാസം ഇവിടെ നടക്കില്ല. ഈ ജോലി മാസം ഇവിടെ നടക്കില്ല. ഒരു കുഴപ്പമില്ലതേ. ഇവിടെ പാടാ വെച്ചേ. കൊച്ചിന് വേറെ മാർഗമില്ലല്ലോ. ആ പൊടിക്കാത്തിന് ഇതല്ലേ മാർഗമുള്ളൂ. വൈകിട്ടല്ല കല്യാണ കച്ചേരിയോ അത് പാട്ടൊക്കെ ഡാൻസോ
ഇത് പക്കാര കീർത്തനമാണ്. ചമച്ചേ കൊട്ടാനും കൂടെ ആള് വേണം. എല്ലാം പൊക്കത്തിലാണോ എന്റെ ഒന്നുകൂടെ ഒരാളെ നോക്കിയാ സൂക്ഷിച്ച് നോക്കി അവരെ കണ്ട് കള്ളത്തമില്ലേ പറഞ്ഞേക്കാം. ഇനി വേണ്ട. നീയല്ലേ പിന്നെ തലയോരത്തിലും മതിയെന്ന് പറഞ്ഞ മതിര മതി അഭ്യാസം. അമ്മേനെ പഠിപ്പിക്കാണോ? കൊച്ചിന്റെ മൊബൈൽ ഹലോ ഹലോ കുക്കുടാണോ? ആരെങ്കിലും തലക്കിട്ട് അറിയും ഇപ്പം മോദി ഒച്ച കേട്ടല്ലോ ഏറെ വെച്ചു കൊടുക്കും. ഹലോ കുക്കുടാണോ? അമ്മമ്മ ഉണ്ടോ? ഗുരുവായൂരപ്പൻ്റെ അമ്മമ്മ ഉണ്ടോ? ഉണ്ടോ? ആരാപ്പ നിന്നെ ആരുടെ പെണ്ണോ നിന്നെ? അല്ലോ അമ്മച്ചേ എന്റെ വലിയ മാവൻ ചുമ വണ്ണേ കുടിന് ചുമ വണ്ണ വല്ലവനെന്ന് വേപ്പിച്ചേ ചായല്ലേ ഞാൻ കുടിച്ചില്ല. രാവിലെ അരച്ചാ മതി. ഞാനിന്ന് അമ്മച്ചിയുടെ ഫോൺ ഹലോ ചേ ഹലോ ചേ എന്നാണ് ഇനി ഇരിക്കാന്ന് ചോദിച്ചു. കൊച്ചിന്റെ പാല് ഇനി എടുത്ത് വെച്ചാട്ടാ ഇച്ചിരി കുടിപ്പിക്കുവാണെങ്കിലേ വൈകി ഇച്ചിരി എന്തായാലും ചെന്ന നോക്ക് എന്റെ പുള്ളി വായിക്കുന്നില്ല ചിലപ്പോ അത് കുടിക്കണോ? സന്തോഷത്തിലാണ് മൊബൈൽ പിടിക്കുക എന്നിട്ട് പാല് കുടിക്കേ. കുടിക്കലടി നിർത്ത്. അവന്റെ പാട്ടായത് ക്യാമറ 3 അല്ലേ? 3.2 മെഗാപിക്സൽ. ഞാൻ അവന്റെ 5 കണ്ട 3.5 കണ്ട ഒരു മടി ആടിയത് മടി ആടിയത് നല്ലത്. എനിക്ക് ഇഷ്ടമല്ല കനമില്ലാത്തോണ്ട്. സംഭവം ഇങ്ങനെ സ്ട്രിപ്പ് പോകും. താത്തപ്പൂരി കണക്ഷൻ ആകുന്നത് അത് സ്ട്രിപ്പല്ല വലിയോ ചുരുങ്ങോ വലിയോ ചുരുങ്ങോ ചെയ്യും. എല്ലാ ഫോണും എന്റെ അങ്ങനെ തന്നെ മേടിച്ചിട്ടില്ല. എല്ലാരും പറഞ്ഞങ്ങനെ പിന്നെ കാര്യമില്ലെന്ന് തുടങ്ങും. ആട്ടം കഴിയുമ്പോ വിശക്കുന്നേ. ജ്യൂസ് കുടിക്കാം. ജ്യൂസ് ഒരു തുള്ളക്കം കഴിയുമ്പോ പിന്നെ അവന് വെള്ളം കുടിക്കണം. അതിന് അവന്റെ ഒപ്പം പോകണം ഭക്ഷണം കൊടുക്കണമെങ്കിൽ ആകുമ്പോ ആ സ്പൂണൊക്കെ ആയിട്ട് നമ്മൾ പോകണം അങ്ങനെ. ചാച്ചും പുറകിലുണ്ട്. തക്ക ഏത് പഠിക്കാൻ പോകും? പുറകിലാണോ നിൽക്കുന്നത്?
പാലം കൊടുത്തേ അല്ല വല്ലതും വിളിച്ചാൽ മതി. അവര് ഇവിടെ വല്ലതും വിളിച്ചില്ല. ഈ വല്ലവൻ അവിടെ ഉണ്ടെങ്കിൽ കയറി പിടി. ആ വേണ്ട 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 വേണ്ട. നിർത്തി കുറെ ചാടും നിലത്ത് നിർത്തുമ്പോൾ കുറെ ചാടും. കണ്ണിന്റെ അവിടെ മാതി പൊട്ടിയതാണ് ലക്ഷ്മി. അത് കഴിക്കാൻ മാതുന്ന അവൻ മാത്രമേ തന്നെ ചൊറിച്ചിൽ പോലെ ഉണ്ടാവില്ല. അങ്ങനെയാണ് ലക്ഷ്മി. അപ്പൊ ഈ മലയാളം പാട്ടൊക്കെ അവിടെ കിട്ടുമോ? ഞാൻ കയറ്റിയാകത്തില്ല. ആണോ? കമ്പ്യൂട്ടറെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് കയറ്റി. നമുക്കാളായില്ലേ പഴം തന്നെ ചേച്ചി ബിസ്ക്കറ്റ് വെറുതെ ഈച്ച ഇറങ്ങുന്നത്. ഞാൻ പഴം കഴിച്ച് ബിസ്ക്കറ്റും കഴിക്കും. ബിസ്ക്കറ്റ് തന്നെ ഞാൻ അപ്പം പൊങ്ങിയിട്ടില്ല. ഞാൻ രാവിലെ അരച്ചതല്ല ഇന്നലെ. ഞാൻ ഒരു പ്ലേറ്റ് കപ്പ ഒരു പ്ലേറ്റ് ചോറ് പഴം വേണമെങ്കിൽ ഒരെണ്ണം ഇതിനകത്ത് പഴം എടുത്ത പഴം ബിസ്ക്കറ്റും കൊടുക്കാം. ഒരു പ്ലേറ്റ് കപ്പ എത്ര? 2 പഴം എടുക്കാം കൊച്ചിന്. എന്ത് രാജേഷേ എന്നൊക്കെ കഴിച്ച് ഒരു പ്ലേറ്റ് കപ്പ ഇറച്ചി ഉണ്ടായിരുന്നോ? ഇല്ല കപ്പയും മീനും. റെഡിയാക്കിയോട്ടെ. എന്നേട്ടാ പൗഡറാണോ? സാരല്ലേ ഇന്ന് നോക്കണ്ട. കൊച്ചിന്റെ കൂടെ പോകുമ്പോഴൊക്കെ വലിയ കൊച്ചിന്റെ കൂടെ പോകുമ്പോ അമ്മമാർക്ക് ഉറപ്പായിട്ടും പറ്റും. അത് പ്രത്യേകിച്ച് തന്നെ എടുക്കാവുള്ളൂ. അതെ ഈ പറയാൻ കാര്യം പറഞ്ഞേ വല്യാമ്മ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് 20-ാം തീയതി. അപ്പൊ പെരിയപ്പുറത്ത് വെച്ചാണേ. 20-ാം തീയതി. ആ തരത്ത് വിളിക്കണം. ജംഗ്ഷൻ ചോദിക്കാൻ പോകുന്ന വഴിയാണ്. അപ്പം സന്ധ്യാരിക്കുന്ന കുറച്ചും നേരെ പോയാൽ പോരമേ എനിക്ക് തടി കൂടി ഇല്ല ഇവിടെ ഒന്നും തടി വെക്കണ്ട. നമ്പ്യാർവട്ട അത് കൈ ഒരെണ്ണം കൊണ്ടുവന്ന് വെച്ചാ പണ്ട് കുഞ്ഞാഞ്ഞ ഡോക്ടറെ കാണിക്കാൻ ഡോക്ടർ വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു അവിടെ നല്ല രസം ഇങ്ങനെ നിൽക്കണോ. അപ്പൊ ഞങ്ങൾക്ക് കുഞ്ഞു കൈ പറിച്ച വേര് പോലും ഇല്ലാതെ കൊണ്ടുവന്നതാ. ഇവിടെ തുരി പോയി ശ്രേണി കഴിക്കും. ഇപ്പൊ കഴിക്കണ്ടതാ. മറ്റേ മനോ ആണോ എന്നാ വാ 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 കേക്കണ്ടേ? അറിഞ്ഞു പിടിച്ചോ. എന്റെ അടിയന്റെ വീട് പണിയുന്ന ഇത് മോട്ടാണ് കാണിച്ചത്. കാണാൻ പറ്റും. ലക്ഷ്മി എന്റെ പഠിച്ചു ബാജു പിന്നെ എന്ത് ബാത്റൂം എവിടെ ചെല്ലുമ്പോ ഇതാ നമ്മൾ പണിയുന്ന വീട് കേട്ടോ. തീർന്നിട്ടില്ല നേരെ കണ്ടിട്ട് വൈബ്സ് കുപ്പിയിലുണ്ടായിരുന്നല്ലോ. കുടിക്കണം. തള്ളിയാലപ്പുറം സ്റ്റാൻഡ് നേരെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനാണ് കേട്ടോ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പുറകു അഭ്യാസത്തിന് പറ്റിയ ആളാണ്. വന്നില്ല 5 പേരേ ഉള്ളൂ.
എന്നാ മലയാളി എന്നോട് വിശേഷമൊക്കെ ഏതാ അത് വെള്ളത്തിൽ കളയണം. ലൈറ്റ് ഇടാൻ പറ്റണം ആർക്കായിരിക്കും മാമനാണോ എല്ലാ കാഴ്ചയും കണ്ടു ഇങ്ങോട്ട് നോക്കിയേ നമ്മുടെ വണ്ടിയുടെ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി മീനൊക്കെ മേടിക്കാനുണ്ട് നോക്കിക്കേ നോക്കിക്കേ ആ ചൂടത്ത് ഉൾപ്പെടുന്നില്ല. ഇതാരാ നിന്റെ മാമനോ? വിശാലാണെങ്കിലേ പോകത്തുള്ളൂ. നിന്നോട് വലിയ കുഴപ്പമില്ല. ചേട്ടായി 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 കല്യാണ മാർക്കറ്റിൻ്റെതായിട്ടാ നമ്മുടെ കെട്ടിടത്തിന് നേരെ അപ്പുറത്ത് വെച്ചത്. പിന്നെ അമ്മച്ചിക്ക് മാത്രം ഞാനൊക്കെ പുകഞ്ഞൂടെ ഞങ്ങൾക്ക് സഹിക്കാം. ഇങ്ങനെയൊക്കെ കാണിച്ചാൽ പിന്നെ ഞാൻ തോന്നുന്നത് ജോലി മാറ്റിയിടന്നോ ഇതിനെ ഉഴുതരയ്ക്കണം. അതടി ഞങ്ങൾക്കില്ലെന്നേ എനിക്ക് വരുമോ അതൊക്കെ നടക്കുന്നേ. എനിക്ക് വരുമോ നിങ്ങളിപ്പോ അവിടെ കയറിയിട്ടാണെങ്കിൽ ചിലപ്പോ നിങ്ങളുടെ കൂടെ കയറി പോന്നേനെ പോന്നേനെ. വരുവാ ആയല്ലോ
നോക്ക് തേങ്ങ വാ വാ അതെ അവൻ എല്ലാരും മറന്നുപോയി തീരല്ലോ പെട്ടെന്ന് ജസ്റ്റ് എടുത്തിട്ട് വെക്കാൻ വേണ്ടിയാ ഇച്ചിരി മാറിക്കടാ നീ അവിടെ വന്നടാ ശരി അവിടെ വെക്കോ രാജേഷ് ആ മതി ആ മതി ഒത്തിരി ആ വീഡിയോ ഇന്നോളാൻ പറ ഇന്നൊന്നോ നല്ല വീഡിയോ പൈസാ ഇപ്പഴേക്ക് വെളിച്ചം ഭയങ്കര അപ്പൊ ശരി കേട്ടോ നല്ല വീഡിയോ പൈസ അങ്ങനല്ല ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഇട്ടേ ഇതിപ്പോ കുറച്ചിങ്ങ വേണ്ടി മുടി കാണത്തില്ല നീ ആ അങ്ങനെ ഇപ്പൊ നവ്യ നേരെ പോരെ ഞാൻ അടുത്താലത്ത് മതി ആരും പയ്യന്മാരെല്ലാം കാണാൻ പൊക്കം നോക്കണ്ടേ ആ മതി വെളുപ്പിക്കാണല്ലോ അവിടെ വെച്ചു ഇന്ന് രാവിലെ ഞാൻ തീർച്ചയായിട്ടും എന്നെ ഓടിച്ചിട്ട് വിളക്കുറയായിരുന്നു. അയ്യോ പുതിയ സാറില്ല ശരി നീ അങ്ങനെ പറയുമ്പോ എനിക്ക് ഞാൻ പോയിട്ട് വെട്ടിപ്പിടുന്നു അസൽ ലണ്ടനിലൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് മടി ലണ്ടൻ അസൽ ലണ്ടൻ വരെ പോടാന്ന് കൊച്ചിനെ നമുക്ക് കൊച്ചിനല്ലേ നോക്കണ്ട കൊച്ചിന് നേരത്തെ കൂടാ ആ പുരിയത്തിനാണ് അവനെ വെച്ച് കട്ടിയാ മതി. ഞാൻ ഒന്ന് വെട്ടിക്കളയാനേ പോകുന്നതിന് രണ്ട് മൂന്ന് ഒത്തിരി കണ്ണിലേക്ക് വിടാതെ ഞാൻ ഇച്ചിരി കണ്ട് മാത്രമേ ഞാൻ വെട്ടിക്കളഞ്ഞു.
കൊച്ച എ സിക്കകത്തായിരിക്കും അത് എ സി ആക്കും അവിടെ എ സി ആക്കി അതിനകത്ത് കൊച്ചാനൊന്നും ഇറങ്ങിയില്ല ഞങ്ങൾ രണ്ടുപേരും ആദ്യമേ ഞങ്ങൾ അങ്ങോട്ടാ പോയത് ഫസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് പോയി രാജേഷിനെയാ തിരക്കണേ ചേച്ചി പിടിപ്പിക്കും മൊത്തം കൈമാറാതെ കൊച്ചിനെ ശല്യം ചെയ്യാറുണ്ട് ഇവരുടെ കൂടത്തിൽ നിന്ന് പോയിട്ടാണ് ആ സ്വഭാവം ഞാനിപ്പോ എന്റെ കൊച്ചിനെ അമ്മക്കൂടെ ഇഷ്ടമായ ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് വേറെ ആരില്ല എന്റെ മകളെല്ലാം ഉണ്ടാവുമോ ആരും ഞങ്ങൾക്ക് ആരുമില്ല ഇവിടെ എന്താ പറയണേ നിങ്ങൾ ഒരു വർഷം ആരും ഇല്ല അതിന് കഴിഞ്ഞ് അതെ ഞാൻ പറഞ്ഞു കൊച്ചിനെ ഇവിടെ തന്നിട്ട് പോകാൻ അവർക്ക് വള കൊച്ചിനെ കാണാതിരിക്കുന്നത് അപ്പൊ എന്റെ കൊച്ചിനെ കാണാതെ എനിക്ക് എന്റെ മകളെല്ലാം മറുപടി ഇല്ലടി ഇല്ല അത് സ്വന്തം 7 കടലും നമുക്ക് 2 മക്കളില്ല ആവശ്യമില്ലാതൊക്കെ പറയാം പൊടി എനിക്ക് ഇഷ്ടമാണ് എനിക്ക് നമ്മൾ പണിയപ്പോഴൊക്കെ ശക്തമായിട്ട് പണിത് ശരിയായോ തന്നെ ബാക്കിനകത്ത് 50 ലോഡ് കല്ല് വേണ്ടി വന്നു കെട്ടാൻ 50 ലോഡ് കരിങ്കല്ല് ബാഗ് കെട്ടാനുണ്ട് കാരണം ഇപ്പൊ എന്തായാലും മറന്നുപോയി ചാച്ചനെ പറ്റി അവിടെ പണിയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് അവര് പറയുമ്പോ നമുക്ക് ഇനി കുഴപ്പമില്ല നല്ല ടീമാ കാരണം എത്ര നീറ്റുണ്ട് അടി പടതാക്കൊണ്ട് ഇനി വേറെ വിഷയം വരത്തില്ല ഇനിയിപ്പോ